ഒരാഴ്ചയായി തുടരുന്ന ഇൻഡിഗോ വിമാന പ്രതിസന്ധി തുടരുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടേണ്ട 5 ആഭ്യന്തര സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. രാത്രി 1 മണിക്ക് പുറപ്പെടേണ്ട തിരുവനന്തപുരം ഷാർജ വിമാനം 4 മണിക്കാണ് പുറപ്പെട്ടത്. അതിനിടെ ഇൻഡിഗോയ്ക്കെതിരെ കടുത്ത നടപടിയുമായി DGCA വന്നു. സർവീസുകൾ മുടങ്ങിയതിൽ ഇൻഡിഗോയ്ക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് വിലയിരുത്തൽ. DGCAയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് ഇൻഡിഗോ CEO ഇന്ന് മറുപടി നൽകും. അതിനിടെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് ടിക്കറ്റ് കൊള്ള വിമാന കമ്പനികൾ അവസാനിപ്പിച്ചു. 20,000 താഴേക്ക് വന്നിട്ടുണ്ട് ദില്ലിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാന ടിക്കറ്റ്. സുനിഷ അയ്യലൂരും അലി അക്ബർ ഷായും ആദിൽ പാലോടും ചേരുന്നു. ആദ്യം ആദിൽ പാലോഡിലേക്ക്. ആദിൽ, വെരി ഗുഡ് മോർണിംഗ്. അലി അക്ബർ ഷാ, വെരി ഗുഡ് മോർണിംഗ്. സുനിഷ, ഗുഡ് മോർണിംഗ്. അതിൽ വ്യോമയാന മന്ത്രാലയം കടുപ്പിക്കുകയാണ്. പക്ഷേ കൗതുകമുള്ളൊരു കാര്യം, നമ്മുടെ രാജ്യത്തിന് സ്വന്തമായി സർക്കാരിനൊരു വിമാന സർവീസ് ഇല്ല. ഉണ്ടായിരുന്നതും വിറ്റു. ഇപ്പോൾ പ്രൈവറ്റ് കമ്പനിയെ നിയന്ത്രിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. അവരത് ചെയ്തില്ലെങ്കിൽ കടുപ്പിക്കാം എന്നല്ലാതെ, ചില കാര്യങ്ങളിൽ നിരോധനം ഏർപ്പെടുത്താമെന്നല്ലാതെ വേറെ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. പക്ഷേ എങ്കിലും ഇൻഡിഗോയ്ക്ക് പരമാവധി DGCA കൊടുക്കാവുന്ന മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഇൻഡിഗോ മറുപടി നൽകും. കാര്യങ്ങളൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലേ? ഇൻഡിഗോ കൂടുതൽ സമയം ആവശ്യപ്പെടാനാണോ സാധ്യത? കുറച്ച് ദിവസം കൂടി ഈ പ്രതിസന്ധി തുടരുമോ? അതിൽ ഞാനിപ്പോൾ വ്യോമയാന മന്ത്രാലയത്തിന് മുന്നിലാണ് ഉള്ളത്. രാജീവ് ഭവൻ എന്നാണ് വ്യോമയാന മന്ത്രാലയത്തിന് പേര് നൽകിയിരിക്കുന്നത്. അരുൺകുമാർ, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഒരു വശത്ത് കെട്ടിടങ്ങളുമുണ്ട്. ഏതായാലും ഇന്നലെ ഇവിടെ വ്യോമയാന മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും ഇൻഡിഗോയും തമ്മിൽ ഒരു ചർച്ച നടന്നിരുന്നു. എത്ര ദിവസമെടുക്കും ഈ പ്രശ്നം പരിഹരിക്കാൻ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചയുടെ വിഷയം. അതിൽ 10 ദിവസം ഏറ്റവും കുറഞ്ഞത് ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി വരും എന്നുള്ള ആവശ്യമാണ് ഇൻഡിഗോ അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാവകാശം തേടിയിരിക്കുകയാണ്. ഏതായാലും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും എടുക്കാതെ പ്രശ്നം പൂർണ്ണാർത്ഥത്തിൽ പരിഹരിക്കാൻ കഴിയില്ല എന്നത് ഏതാണ്ട് ഉറപ്പാണ്. ഏതായാലും ഇതിൽ ഏറ്റവും ഗുരുതരമായ വീഴ്ച ഇൻഡിഗോയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ പുതിയ മാർഗനിർദ്ദേശം നൽകുമ്പോൾ അത് നടപ്പാക്കാനുള്ള ഒരു ആസൂത്രണവും ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ കർശന നടപടിയിലേക്ക് പോകുന്നു. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് CEOയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 24 മണിക്കൂറിനകം കാരണം കാണിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. ഏതായാലും അത് അതിൻ്റെതായ വഴിക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അരുൺ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ വിമർശനവും കേന്ദ്ര സർക്കാരിന്റെ പക്കൽ ഒരു എയർലൈൻ ഇല്ല, മാത്രമല്ല ഒരു കുത്തകയായി തന്നെ ഇൻഡിഗോ ആഭ്യന്തര സർവീസുകളിൽ, ആഭ്യന്തര റൂട്ടുകളിൽ കുത്തകയായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു എയർലൈൻ പ്രശ്നം വന്നപ്പോൾ തന്നെ ഈ രൂപത്തിൽ പ്രതിസന്ധി രാജ്യമാകെ ഉണ്ടായത് എന്ന വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശുഭകരമായ കാര്യമുള്ളത്, ഇന്നലെ വ്യോമയാന മന്ത്രാലയത്തിൽ നിന്നുള്ള നിർദ്ദേശം വന്നിരുന്നു. 500 കിലോമീറ്ററാണ് പറക്കുന്നതെങ്കിൽ 7,500 രൂപയെ നിങ്ങൾ വാങ്ങാൻ കഴിയൂ എന്ന രൂപത്തിൽ ഒരു പരിധി, സ്ലാബ് നിശ്ചയിച്ച് എയർലൈനുകൾക്ക് നൽകിയിരുന്നു. ഏതായാലും അത് ഫലപ്രദമായി എന്നാണ് ഇന്ന് രാവിലെ നമ്മൾ ടിക്കറ്റുകളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ദില്ലിയിലേക്കും തിരിച്ചുമൊക്കെ 1 ലക്ഷത്തിലേറെ രൂപ ടിക്കറ്റിന് ആയിരുന്നു ഈ പ്രതിസന്ധിയുടെ സമയത്ത് മുതലെടുത്തിരുന്നു. വിമാനക്കൊള്ളയായിരുന്നു നടന്നിരുന്നത്. ഏതായാലും ഇപ്പോൾ നോക്കുമ്പോൾ 20,000 താഴേക്ക് ഈ നിരക്ക് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പ്രതിസന്ധി തുടരും. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ 89 പുതിയ ട്രെയിനുകൾ, സ്പെഷ്യൽ ട്രെയിനുകൾ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് റെയിൽവേ. അരുൺ, ഓക്കെ, ഞാനൊന്ന് അലി അക്ബർ ഷായിലേക്ക് കൂടി പോയി വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ നിയന്ത്രണം കൊണ്ടുവന്നത് കൊണ്ട് കുറച്ച് ഭേദമുണ്ടായി. പക്ഷെ ഒന്ന് നോക്കൂ, ദില്ലിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാന ടിക്കറ്റ് 18,000 രൂപയിൽ കൂടുതൽ പാടില്ല. രാജ്യത്ത് എവിടെയാണെങ്കിലും ശരി, ആഭ്യന്തര സർവീസിലെ അടിസ്ഥാന വിമാന ടിക്കറ്റിന് നിരക്ക് 18,000 കൂടാൻ പാടില്ല. പക്ഷെ അതിനുശേഷം വിമാനത്താവളത്തിലെ ഹാൻഡ്ലിംഗ് ചാർജ് അടക്കം, എയർപോർട്ടിന്റെ മറ്റ് സംവിധാനങ്ങളിലെ GST അടക്കമുള്ള കാര്യങ്ങൾ വരും. അങ്ങനെ വന്നാൽ 19,500-ലധികം രൂപയാവും പലപ്പോഴും. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കും ഒക്കെ പോകാൻ വേണ്ടി. അപ്പം അതിന് നിരക്ക് വർധന ഒരു വലിയ പ്രശ്നമായി തന്നെ നിൽക്കുന്നുണ്ട്. അലി അക്ബർ ഷാ, ഇന്നും നെടുമ്പാശ്ശേരിയിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ? ഈ കാര്യം റദ്ദാക്കുന്ന ഷെഡ്യൂളുകളുടെ വിവരങ്ങൾ നേരത്തെ യാത്രക്കാരെ അറിയിച്ചിട്ടുണ്ടോ? വിമാനത്താവളത്തിൽ ആർക്കെങ്കിലും കാര്യമായ ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ളതുപോലെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? 10-33 സർവീസുകളാണ് ഇന്നലെയും റദ്ദാക്കിയത്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും കഴിഞ്ഞ ദിവസം നമ്മൾ വിമാനത്താവളത്തിലേക്ക് എത്തിയപ്പോൾ കണ്ട അത്രയും വലിയൊരു ആൾക്കൂട്ടം ഇന്നില്ല എന്നേ ഉള്ളൂ. ഇന്ന് നിൽക്കുന്ന ആളുകളും സമാന പ്രതിസന്ധി തന്നെയാണ് അനുഭവിക്കുന്നത്. കാരണം കൃത്യമായൊരു വിവരം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ലഭ്യമാകുന്നില്ല. ഫ്ലൈറ്റ് ക്യാൻസൽ ആണോ എന്ന കാര്യത്തിലൊരു വ്യക്തത യാത്രക്കാർക്ക് ലഭ്യമാകുന്നില്ല. ചേട്ടാ, എങ്ങോട്ട് പോകേണ്ടായിരുന്നു? മുംബൈ. ഫ്ലൈറ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടോ? അറിയാൻ പോകുന്നേ ഉള്ളൂ. ലഭ്യമായിട്ടില്ല. അതായത് ഇവിടെ ക്യൂവിൽ നിൽക്കുന്ന മനുഷ്യർ എൻക്വയറിക്ക് വേണ്ടി നിൽക്കുന്നതാണ്. ഇവിടെ നിന്നും ഷെഡ്യൂൾഡ് ആണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു വിടുകയും പക്ഷേ അകത്തേക്ക് കയറുമ്പോഴേക്കും പിന്നീട് ഫ്ലൈറ്റ് ക്യാൻസലായി എന്ന് അറിയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, നിരവധി ആളുകൾ, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ വന്ന് കുടുങ്ങിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ നിരവധി അയ്യപ്പ ഭക്തന്മാർ ഉൾപ്പെടെ ഇവിടെ കുടുങ്ങുന്ന സാഹചര്യമുണ്ട്. ചേച്ചി, എങ്ങോട്ട് പോകേണ്ടായിരുന്നു? എങ്ങോട്ട് പോകേണ്ടതായിരുന്നു? റായ്പൂരിന്. ജോലി ആവശ്യത്തിനാണോ? മകളുടെ പഠന ആവശ്യത്തിനാണ്.
ഇപ്പം നിലവിൽ ഫ്ലൈറ്റ് എന്താ അവസ്ഥ? ഇപ്പം ഇവിടുന്ന് ചെന്നൈ ഉണ്ട്, ചെന്നൈ എന്നുള്ള കണക്റ്റഡ് ഫ്ലൈറ്റ് ഇല്ല. അത് അപ്പോ ഇപ്പൊ എന്താ രാവിലെ ചെയ്യാ? ഇവിടെ വന്നപ്പോഴാണ് മെസ്സേജ് വരുന്നത്. നേരത്തെ അറിയിച്ചിരുന്നില്ല. ഇവിടെ എയർപോർട്ടിൽ വരുമ്പോഴേ അറിയുന്നത്. നമ്മൾ ആലപ്പുഴയിൽ നിന്നാണ് വന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ഇന്ന് തിരിച്ചു പോയിട്ട് ട്രെയിൻ വല്ലതും വേറൊരു ഓപ്ഷൻ ട്രെയിനിൽ പോകുന്ന വല്ലതും നോക്കേണ്ടി വരും. അരുൺ, ഈ നിലയിൽ അതായത് ഫ്ലൈറ്റ് ക്യാൻസൽ ആയതിനെ തുടർന്ന് മറ്റു മാർഗ്ഗമില്ലാതെ മടങ്ങിപ്പോകുന്ന ആളുകളും ഉണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇവിടെ വലിയ രീതിയിൽ ആളുകൾ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഉത്തർപ്രദേശിൽ നിന്ന് വന്നൊരു കുടുംബം, അവർ ഇന്നലെ രാത്രി മുതൽ ഇവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. കയ്യിൽ കുട്ടിയുണ്ട്. അത്തരത്തിൽ കൈക്കുഞ്ഞുമായി വന്ന കുടുംബങ്ങൾ നിരവധിയായി കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ അയ്യപ്പ ഭക്തന്മാർ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. വല്ലാത്തൊരു പ്രതിസന്ധി ഇന്നും തുടരുകയാണ്. ഈ പറഞ്ഞതുപോലെ ആ സാഹചര്യം മുതലെടുക്കാനുള്ള ശ്രമം മറ്റ് കമ്പനികൾ നടത്തിയതോടുകൂടി മറ്റ് എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാനങ്ങളുടെ ടിക്കറ്റ് എടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായി. 12,000 രൂപയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന ടിക്കറ്റുകൾക്ക് അത് നേരെ കുത്തനെ ഉയർന്ന് 48,000 രൂപ വരെ ആകുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ വലിയൊരു ഗുരുതര പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. കൃത്യമായൊരു മറുപടി ഉദ്യോഗസ്ഥർക്ക് നൽകാൻ കഴിയുന്നില്ല എന്നതും വളരെ ഇന്നും കാര്യങ്ങൾ അപ്പോൾ അവതാളത്തിലാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇൻഡിഗോയിലാണ് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒന്നുകൂടി വിളിച്ചു ചോദിച്ച് കൺഫേം ആയതിനു ശേഷം മാത്രം നിങ്ങൾ എയർപോർട്ടിലോട്ട് പുറപ്പെട്ടാൽ മതി. കാരണം മിക്ക ഷെഡ്യൂളുകളും ഇപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായിരിക്കുകയാണ്. ആ അമ്മയ്ക്ക് റൈപ്പൂരിൽ പോകേണ്ടതാണ്, മോളുടെയോ മക്കളുടെയോ ഒരു ആവശ്യത്തിന് വേണ്ടി പോവേണ്ടതാണ്. പക്ഷേ റൈപ്പൂരിലേക്ക് ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് ഇല്ല. ചെന്നൈ വരെയുള്ള ഫ്ലൈറ്റ് ഉണ്ട്. ചെന്നൈ ടു റൈപ്പൂർ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ചെന്നൈ പോയി കിടന്നിട്ട് ഇവരെന്ത് ചെയ്യും? പാവം, അതുകൊണ്ട് യാത്ര റദ്ദാക്കുകയാണ്. അപ്പോൾ യാത്ര ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോയി ഇനി ട്രെയിനിൽ വേണം തിരിച്ച് റായ്പൂരിലേക്ക് പോകാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ബുദ്ധിമുട്ടാണ്.